മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ കലാപം. DCC നേതൃത്വത്തെ പഴിച്ച് ദീപ്തി മേരി വർഗീസ് രംഗത്ത് എത്തി. KPCC മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് വിമർശനം. കൗൺസിലർമാർക്ക് സ്വതന്ത്രമായി അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും ദീപ്തിയുടെ പ്രതികരണം. ആദ്യം ആ പ്രതികരണം കാണാം. ഓരോ ബാർഗെയിനിങ്ങിനും ഞാൻ പാർട്ടിയോട് മുമ്പിൽ പോവില്ല. ഒരാളുടെ മുമ്പിലും എനിക്കിതിന് പകരം മറ്റെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടുമില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് KPCC നേതൃത്വമാണ്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. എന്തെങ്കിലും വീഴ്ചകൾ എവിടെയെങ്കിലും സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്നും അത് ചെയ്ത അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. എനിക്ക് മറ്റൊരു കാര്യത്തിലും പരാതിയില്ല. എനിക്കിത് വലിയ നിഷേധിച്ചു എന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ മറ്റൊരു രണ്ടുപേരെ വച്ചതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാൻ അവരോടൊപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ KPCC നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടത്താതെ എനിക്ക് പാർലമെന്ററി പാർട്ടിയിൽ അംഗങ്ങൾ കുറവാണ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനോട് മാത്രം എനിക്ക് എതിർപ്പുണ്ട്. എന്നോട് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറിയാണ്, ഞാൻ നേതൃത്വം കൊടുത്തു. മേയർ ആകണോ ആകണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു പ്രോസസ്സ് നടക്കേണ്ട രീതി ഉണ്ടായിരുന്നു. ആ രീതി നടന്നതിൽ KPCC സർക്കുലറിൽ പറഞ്ഞതിൽ നിന്ന് ചില വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറമായി ഇതിൻ്റെ അകത്ത് യാതൊന്നും പറയാനില്ല. വിവരങ്ങളുമായി ബീന റാണി നമുക്കൊപ്പം ചേരുകയാണ്. ബീന, എന്തായാലും ദീപ്തി മേരി വർഗീസ് വെടിപൊട്ടിച്ചിരിക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല ഇത്തരത്തിൽ പരസ്യമായ പ്രതികരണത്തിന് അവർ മുതിരുന്നത്. എന്തായാലും തനിക്ക് പരാതികളില്ല, പക്ഷേ ചില അതൃപ്തികൾ അവർ പരസ്യമായി തന്നെ പറയുന്നു എന്നുള്ളതാണ്. കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട്, പക്ഷെ അതൊന്നും തന്നെ ഇവിടെ പാലിച്ചില്ല എന്നുള്ള കാര്യം വളരെ പരസ്യമായി തന്നെ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ദീപ്തി പറയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്? രാഖി, മേയർ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മേയറെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിനുള്ളിലെ ഭിന്നത അല്ലെങ്കിൽ ഗ്രൂപ്പ് വ്യത്യാസമെല്ലാം മറനീക്കി പുറത്തു വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ദീപ്തി മേരി വർഗീസാണ് കൊച്ചിയിൽ മേയറാകാൻ യോഗ്യത എന്ന രീതിയിൽ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ VK മിനിമോളെയും ഷൈനി മാത്യുവിനെയും ടേം അടിസ്ഥാനത്തിൽ മേയറായി പ്രഖ്യാപിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ദീപ്തിയുടെ പ്രതികരണം. KPCC മാനദണ്ഡങ്ങൾ ലംഘിച്ചു അല്ലെങ്കിൽ KPCC നേതൃത്വം ശരിയായ രീതിയിലല്ല ഈ നടപടി കൈക്കൊണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ദീപ്തി മേരി വ്യക്തമാക്കുന്നത്. അതായത് കൗൺസിലർമാരുടെ പിന്തുണ നേടിയതിൽ ഒരു സുതാര്യതയില്ല, കൗൺസിലർമാർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇത് ശരിയായ രീതിയിൽ സുതാര്യതയോടെ നടന്നിരുന്നെങ്കിൽ തീരുമാനം മറ്റൊന്നാകുമായിരുന്നു എന്ന് തന്നെയാണ് ദീപ്തി സൂചിപ്പിക്കുന്നത്. തനിക്ക് കോൺഗ്രസിൽ നിന്ന് മറ്റൊരു വാഗ്ദാനവും ലഭിച്ചിട്ടില്ല, തനിക്ക് പരാതിയില്ല മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. പക്ഷേ കൗൺസിലർമാരുടെ പിന്തുണ തേടിയതിലുള്ള സുതാര്യതയെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായല്ല നടന്നത്. കോർ കമ്മിറ്റി ചേരുമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. ഒപ്പം തന്നെ കൗൺസിലർമാർക്ക് തനിക്ക് പിന്തുണ ഇല്ല എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. ആ കാര്യത്തിൽ ഒരു സുതാര്യത ഉണ്ടായിട്ടില്ല. ഇതിന് നേതൃത്വം നൽകിയവർ അതിന് മറുപടി പറയണം. കൗൺസിലർമാർക്ക് സ്വന്തമായി അഭിപ്രായം പറയാനുള്ള ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു എന്നാണ് ദീപ്തി മേരി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. എന്തായാലും തൻ്റെ അതൃപ്തി അവർ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടും യോഗ്യത ദീപ്തി മേരി വർഗീസിനാണ് എന്ന രീതിയിലുള്ള പ്രചരണവും നേരത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഉണ്ടായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ AICC അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ DCC ഏകാധിപത്യപരമായി ഒരു തീരുമാനം എടുക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിലും ഇന്ന് രാവിലെ പറയുകയുണ്ടായി. അതായത് KPCC DCC ഏകാധിപത്യപരമായി നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു. KPCC മാനദണ്ഡങ്ങൾ ലംഘിക്കുകയായിരുന്നു. ഇതിൽ സുതാര്യതയില്ല. ഇത്തരത്തിൽ പങ്ക് വയ്ക്കാനാണെങ്കിൽ യോഗ്യത നോക്കിയാണ്. യോഗ്യതയില്ലാത്തവരുണ്ടെങ്കിൽ മാത്രമേ പങ്കുവയ്ക്കലിൻ്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ KPCC മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നാണ് പല കോൺഗ്രസ് നേതാക്കളുടെയും ഇപ്പോഴത്തെ ഒരു നിലപാട്. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കോ അല്ലെങ്കിൽ കൂടുതൽ സുതാര്യമായ രീതിയിലോ ഒന്നും ഇത് ചർച്ച ചെയ്യുകയുണ്ടായില്ല എന്നാണ് ദീപ്തി മേരി വർഗീസും ഒപ്പം അജയ് തറയിലും ആരോപിക്കുന്നത്. നേതാക്കന്മാർ കോൺഗ്രസിൽ ഗ്രൂപ്പ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഇത് എന്തായാലും ഇത് നീതിയുക്തമല്ല എന്ന ഒരു നിലപാടിലേക്കാണ് അജയ് തറയിൽ പോലും എത്തിയിട്ടുള്ളത് ഇപ്പോൾ.